ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെ ഒരു ലൈക്കും കൂടി. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് കണ്ടല്ലോ. ഇന്ന് ഉണ്ടാക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബേക്കറിയിലൊക്കെ കിട്ടുന്ന നല്ല ഫ്ലഫി ആയിട്ടുള്ള ബൺ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഈസ്റ്റ് ഒന്ന് പൊങ്ങാൻ വേണ്ടി 1/2 കപ്പ് ചെറിയ ചൂടുവെള്ളം എടുക്കാം. നമ്മൾ കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ചെറിയ ചൂട് വേണം. ഇതിൽ 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. പഞ്ചസാര അലിയുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഈസ്റ്റ് ചേർക്കണം. 3 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർക്കുന്നത്. ഈസ്റ്റ് ഫ്രഷ് ആണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് പൊങ്ങി വരും. ഈസ്റ്റ് നന്നായി പൊങ്ങിയതിന് ശേഷം മാത്രം ഈ ബാക്കിയുള്ള പരിപാടികൾ ചെയ്യുക. അല്ലെങ്കിൽ ഈസ്റ്റ് പൊങ്ങിയില്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ചെയ്യുന്നതെല്ലാം വേസ്റ്റായിട്ട് പോകും. അതുകൊണ്ട് ഈസ്റ്റ് പൊങ്ങിയതിന് ശേഷം ഈ 3 കപ്പ് മൈദമാവ് നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുക്കാം. 1.5 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ 3 ടേബിൾ സ്പൂൺ ബട്ടറാണ്, മെൽറ്റഡ് ബട്ടർ. ഇപ്പോൾ ഈസ്റ്റ് നന്നായി പൊങ്ങിയിരിപ്പുണ്ട്. ഇതിനി ഈ മാവിലോട്ട് ചേർത്ത് കുഴച്ചെടുക്കാം. ചിലരൊക്കെ ഈ മാവിനോടൊപ്പം തന്നെ ഈസ്റ്റ് കൂടി ചേർത്ത് ഒന്നിച്ച് മിക്സ് ചെയ്ത് വയ്ക്കാറുണ്ട്. പക്ഷേ അത് നമുക്കറിയാൻ പറ്റില്ല ഈസ്റ്റ് എത്രത്തോളം ഫ്രഷ് ആണെന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഒരു റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടി ആദ്യമേ ഈസ്റ്റ് ഒന്ന് പൊങ്ങിയതിന് ശേഷം ഇത് കുഴച്ചെടുത്താൽ നമുക്ക് ഒട്ടും തന്നെ പേടിക്കണ്ട. മാവ് നല്ലതുപോലെ പൊങ്ങി വരും. ഇനി മാവ് കുഴയ്ക്കാനായിട്ട് 1/4 കപ്പ് പാലാണ് എടുത്തത്. വെള്ളം ചേർത്താലും മതി, പക്ഷേ പാലാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും ഈ ബണ്ണിന്. വെള്ളമാണെങ്കിൽ സാധാരണ വെള്ളം ചേർത്താൽ മതി, ചൂടും അല്ല തണുത്തതും അല്ലാത്ത വെള്ളം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഈ പ്ലാറ്റ്ഫോമിലിട്ടിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം. ആദ്യം ഇതുപോലെ കയ്യിലൊക്കെ പറ്റും. ഇതുപോലെ ഒരു സ്പാച്ചുല ഉണ്ടെങ്കിൽ എളുപ്പമാണ്, ഒട്ടും തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയില്ല. ഇനി 5-6 മിനിറ്റ് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് മാത്രമേ ഉള്ളൂ ജോലി. ഇത് കുഴച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ എളുപ്പമാണ്. ഇപ്പോൾ തന്നെ ഇത് കയ്യിൽ ഒട്ടുന്നില്ല, ആ ഒരു പരുവത്തിന് ആയിട്ടുണ്ട്. ഇനി ഈ മാവ് കയ്യിലെടുത്തിട്ട് അകത്തോട്ട് ആക്കി ഉരുട്ടിയെടുക്കാം. അതിനുശേഷം ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ പുരട്ടി ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് ഈ മാവ് അതിലേക്ക് വയ്ക്കാം. ഇവിടെ ഇപ്പോൾ നല്ല ചൂടല്ലേ, 1 മണിക്കൂർ കൊണ്ട് തന്നെ നല്ലതുപോലെ പൊങ്ങിക്കിട്ടും. തണുത്ത സ്ഥലങ്ങളിലൊക്കെ 2-3 മണിക്കൂർ, ചിലപ്പോൾ 4-5 മണിക്കൂർ വയ്ക്കേണ്ടി വരും. തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഓവൻ ചൂടാക്കിയിട്ട് ഓവനകത്ത് എടുത്ത് വയ്ക്കാം. ഇവിടെ ഇപ്പോൾ നല്ല ചൂട് സീസണല്ലേ, അതുകൊണ്ട് മാവ് കുഴച്ച് തീരുമ്പോൾ തന്നെ ഇത് പകുതി പൊങ്ങിയിട്ടുണ്ട്. ഇതിനി ഇതുപോലെ അടച്ചിട്ട് 1 മണിക്കൂർ വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു മാവ് കൊണ്ട് നമുക്ക് പിസ്സ, ക്രോയ്സൻ, ബ്രെഡ് ഇങ്ങനെയുള്ളതെല്ലാം ഉണ്ടാക്കാം. ഈ മാവിൻ്റെ എയറൊന്ന് കളഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. കൂടുതൽ നേരമൊന്നും ഇനി കുഴയ്ക്കാനില്ല. ഇതുപോലെ മാവ് സോഫ്റ്റായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇതുകൊണ്ട് ബണ്ണല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ ഇതുപോലൊന്ന് കുഴച്ചെടുത്തിട്ട് ഇതിനെ സിലിണ്ട്രിക്കൽ രൂപത്തിലൊന്ന് നീട്ടിയെടുക്കാം. ഇതിനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത്രയും മാവ് കൊണ്ട് 10 ബണ്ണാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റാം. ബ്രെഡാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നല്ല ഈസിയാണ്. ഈ മാവ് മുഴുവനായിട്ടെടുത്ത് നമുക്ക് ബ്രെഡ് ഉണ്ടാക്കുന്ന പാത്രത്തിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് 10 ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇതിനി ഒരു 1/2 മണിക്കൂർ ഇരിക്കട്ടെ. ഇനി ഈ ബണ്ണിന് പുറത്ത് പുരട്ടാനായിട്ട് ഒരു എഗ്ഗ് വാഷ് റെഡിയാക്കണം. അതിനായിട്ട് മുട്ടയും പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചു വയ്ക്കാം. അതുപോലെ ഇത് ബേക്ക് ചെയ്യാനുള്ള പാത്രവും കൂടി റെഡിയാക്കി വയ്ക്കാം. ഞാൻ ഇതുപോലുള്ളൊരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. സാധാരണ കേക്ക് ഉണ്ടാക്കുന്നത് പോലെ ഇതിൽ ബട്ടർ പേപ്പർ വച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോ ഉരുളയും എടുത്ത് ഈ ഒരു ട്രേയിലോട്ട് വയ്ക്കാം. ഇതും 10 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ആ സമയത്ത് ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. 8 ബണ്ണാണ് ആ ട്രേയിൽ വെച്ചത്. 2 ഞാനിങ്ങനെ പാത്രത്തിൽ വയ്ക്കാൻ പോവുകയാണ്. പാനിൽ കുറച്ച് ഉപ്പിട്ട് നല്ലതുപോലെ ചൂടാക്കാൻ വച്ചിട്ടുണ്ട്. മാവിൻ്റെ പുറത്ത് ഈ എഗ് വാഷ് ചെയ്യാം. മുട്ട ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ പാൽ മാത്രം കൊണ്ടും ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഇനി ഈ ബണ്ണിൻ്റെ മുകളിൽ കുറച്ച് എള്ളും അതുപോലെ പംകിൻ സീഡും പിന്നെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഇതിൻ്റെ മുകളിൽ വെച്ചാൽ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും.
കറുത്ത എള്ളൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. ഞാനിപ്പോൾ ഇതിൽ പംകിൻ സീഡാണ് വയ്ക്കുന്നത്. ഇനി ഈ ബണ്ണ് 180 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ പാത്രത്തിൽ വയ്ക്കുന്ന ബണ്ണും റെഡി ആയിട്ടുണ്ട്. അത് ഇറക്കി വയ്ക്കാം. ഇത് 25 മിനിറ്റ് ഇതെടുക്കും. പക്ഷേ ഇതിൻ്റെ മുകൾ ഭാഗം വെളുത്ത് തന്നെ ഇരിക്കും. മുകൾ ഭാഗത്ത് ഒട്ടും തന്നെ ഹീറ്റ് കിട്ടുന്നില്ല. കുറച്ച് ആഴത്തിലുള്ള കുക്കറൊക്കെ ആണെങ്കിൽ കുക്കറിൽ വെച്ചാൽ കുറച്ചുകൂടെ കളർ കിട്ടും. ഇപ്പോഴിത് 25 മിനിറ്റ് ആയിട്ടുണ്ട്. ബണ്ണ് റെഡി ആയിട്ടുണ്ട്. പക്ഷേ കളർ വന്നില്ല. ഓവനിലുണ്ടാക്കിയത് നല്ല കളർ വന്നിട്ടുണ്ട്. ഈ ബണ്ണിനെ എടുത്ത് മാറ്റാം. നോക്കിക്കേ എന്ത് ഭംഗിയെന്ന്, നല്ല ഗോൾഡ് കളറിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ മേളിൽ നല്ല ചൂടോടെ തന്നെ കുറച്ച് ബട്ടർ കൂടി ചേർക്കാം. ഇതൊന്ന് തണുക്കാനും സോഫ്റ്റ് ആകാനും വേണ്ടിയിട്ട് ഒരു നനഞ്ഞ തുണി ഇതിൻ്റെ പുറത്തോട്ടിട്ട് വയ്ക്കാം. 1 മണിക്കൂർ ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്ക് ഇളക്കിയെടുക്കാം. ഇതിലും ബട്ടർ തേച്ച് തണുക്കാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. വീണ്ടും ഞാൻ കുറച്ച് ബട്ടർ കൂടി ചേർക്കുകയാണ്. ഇതിലൽപ്പം മല്ലിയില കൂടി ചേർത്തിട്ടുണ്ട്, കാണാനൊരു ഭംഗിക്ക് വേണ്ടി. എന്ത് സൂപ്പറായിട്ടുള്ള ബണ്ണാണെന്ന് നോക്കിക്കേ. സാധാരണ വലിയ വലിയ മോളുകളിലും അതുപോലെ ബേക്കറികളിലും ഒക്കെ കിട്ടുന്ന ബണ്ണിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും ഈ വീട്ടിലുണ്ടാക്കിയ ഹോം മെയ്ഡ് ബണ്ണ്. ഇതിൽ ഈസ്റ്റ് അല്ലാതെ മറ്റൊന്നും തന്നെ ചേർത്തിട്ടില്ല. കടകളിലും ബേക്കറികളിലും മോളുകളിലും ഒക്കെ കിട്ടുന്ന ബണ്ണിലും ബ്രെഡിലുമൊക്കെ പ്രിസർവേറ്റീവ്സും അതുപോലെ റൈസിങ് ഏജൻറ്റുമൊക്കെ ചേർക്കാറുണ്ട്. പാനിൽ ഉണ്ടാക്കിയ 2 ബണ്ണും ഞാൻ വീണ്ടും ഓവനിൽ വച്ച് കുറച്ചുകൂടി ഒരു ഗോൾഡൻ കളറാക്കി എടുത്തിട്ടുണ്ട്. കാഴ്ചയിൽ കൂടി ഒരു ഭംഗി വേണമല്ലോ, അതിനായിട്ട്. ഇതിൽ ബട്ടർ പേപ്പർ വച്ചതുകൊണ്ട് ഒട്ടും തന്നെ ഇതിൽ നിറമൊന്നും മാറിപ്പോയിട്ടില്ല. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബണ്ണിൻ്റെ അടിഭാഗവും ഇതേ നിറമല്ലേ കാണുന്നത്. ഇതിന് മുമ്പും ഞാൻ ഇതുപോലെ ബണ്ണിൻ്റെ റെസിപ്പിയും ക്രോയിസിൻ്റെ റെസിപ്പിയും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കുട്ടികൾക്ക് വളരെ ഇഷ്ടമായിരിക്കും. നമ്മൾ വീട്ടിൽ ഓവൻ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണെന്ന് മനസ്സിലായില്ലേ. മറ്റ് വീട്ടിലെ ജോലിയോടൊപ്പം തന്നെ ഇതും ചെയ്യാവുന്നതാണ്. പാത്രത്തിലുണ്ടാക്കിയ ബണ്ണും നമ്മൾ ഓവനിലുണ്ടാക്കിയതുമായിട്ടുള്ള ഡിഫറൻസ് നിങ്ങൾ കണ്ടല്ലോ. പാത്രത്തിലുണ്ടാക്കിയതുകൊണ്ട് കുറച്ച് ബ്രൗൺ ആയിട്ടുണ്ട്. പക്ഷേ ടേസ്റ്റിന് ഒരു വ്യത്യാസവുമില്ല. അതുപോലെ തന്നെ ഇത് സോഫ്റ്റ്നെസ്സും അത്രയും കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റിനും ഒരു വ്യത്യാസവുമില്ല. ഇപ്പോൾ വെക്കേഷനല്ലേ, മക്കളൊക്കെ വീട്ടിൽ കാണും. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ചായയോടൊപ്പവും അതുപോലെ 10-11 മണിക്കുമൊക്കെ ഓരോന്നെടുത്ത് കൊടുക്കാം. ഇനി മൈദ കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇത് ആട്ടമാവിൽ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത്രത്തോളം സോഫ്റ്റ് ആവുകയില്ല. നമ്മൾ മിക്കവാറും ബ്രെഡൊക്കെ വാങ്ങി കുട്ടികൾക്ക് കൊടുക്കാറുണ്ടല്ലോ. ഇതൊക്കെ ഉണ്ടാക്കാൻ കുട്ടികളെ കൂടി ഉൾപ്പെടുത്തി നോക്കുക. അവർക്ക് വലിയ ഇഷ്ടമായിരിക്കും. ഇത് ഉണ്ടാക്കാനും നല്ല ഈസിയാണ്. അപ്പോൾ ഈസ്റ്റും ഇതുപോലെ മൈദമാവും ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് റെഡിയാക്കാൻ നോക്കുക. ഇതുകൊണ്ട് പാവ് ഭാജിയോ അല്ലെങ്കിൽ ബർഗർ ബണ്ണായിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ നല്ലതാണ്. ഇത് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് ബട്ടറോ ചീസോ ചോക്ലേറ്റോ ഒക്കെ വച്ചൊന്ന് കഴിച്ച് നോക്കിക്കേ. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. നല്ല സോഫ്റ്റാണിത്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.